ട്രെയിലർ വരുന്ന സമയത്ത് ഏറ്റവും എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഫാക്ടർ തോന്നിയത് എനിക്ക് രണ്ട് കാര്യങ്ങൾ. ഒന്ന്, മ്യൂസിക്, 3 തരം മ്യൂസിക് വന്നു. 2, ഞാൻ പെട്ടെന്ന് ഷോക്കായി പോയ ഒരു കാര്യം ഐമാക്സിൽ കാണാമെന്നുള്ളൊരു ഫാക്ടറാണ്. ഇത് രണ്ടിന്റെ ഈ ചോയ്സ് എങ്ങനെയായിരുന്നു? പ്രൊഡ്യൂസർ, ഡയറക്ടർ എങ്ങനെയാണ്? മ്യൂസിക് നമ്മൾ പ്ലാൻ ചെയ്തെന്ന് വെച്ചാൽ 3 മ്യൂസിക് കൊടുത്തത് ഇപ്പൊ ഓഡിയൻസിന് പല ടേസ്റ്റ് ആയിരിക്കുമല്ലോ. അപ്പൊ ആ ടേസ്റ്റും കൂടി മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് 3 ടൈപ്പ് ഓഫ് മ്യൂസിക് കൊടുത്തത്. അപ്പൊ അതില് ഓഡിയൻസ് ഏതാണോ കൂടുതൽ സെലക്ട് ചെയ്യുന്നത് അത് നമ്മൾ മൂവിയിലേക്ക് കൂടുതൽ യൂസ് ചെയ്യാന്നുള്ള പ്ലാൻ ആയിരുന്നു. അപ്പൊ അങ്ങനെ എനിക്ക് തോന്നുന്നു മെയിൻ മ്യൂസിക് തന്നെയാണ് ഓഡിയൻസ് ചൂസ് ചെയ്തത്. നമ്മള് അതെ, ജംഗിൾ ബീസ്റ്റ്. അപ്പൊ അത് തന്നെയാണ് സിനിമയിലേക്കും നമ്മൾ കൂടുതൽ എക്സ്റ്റൻഡഡ് വേർഷനായിട്ട് എടുത്തിട്ടുള്ളത്. പിന്നെ ഐമാക്സും എപ്പിക്കും എന്ന് പറയുമ്പോൾ നമ്മൾ 1.9 ഏതായിരുന്നു 1.1:90. അപ്പോൾ അതായത് ഐമാക്സ് റേഷ്യോയിലാണ് ഈ സിനിമ ഷൂട്ട് ചെയ്തത്. അത് തുടക്കം തൊട്ടേ നമ്മളെ രണദേവ്, നമ്മളെ ക്യാമറാമാൻ, പുള്ളിയുടെ നിർബന്ധമായിരുന്നു നമുക്ക് അങ്ങനെ ഷൂട്ട് ചെയ്യാം എന്നുള്ളത്. അപ്പോൾ നമ്മൾ എപ്പിക്കായിട്ടും സംസാരിച്ചിരുന്നു. അപ്പോൾ ഐമാക്സ് ആയിട്ട് എനിക്ക് തോന്നുന്നു നമ്മളൊരു മാർക്കോയ്ക്ക് ശേഷം തന്നെ ഐമാക്സ് ആയിട്ട് നമ്മൾ കോൺടാക്റ്റിലുണ്ട്, സ്ഥിരമായിട്ട് കോൺടാക്റ്റിലുണ്ട്. പക്ഷെ ഐമാക്സിൻ്റെ ഒരു ചെറിയ ഇഷ്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ 1 മാസത്തിൽ ഒരു മൂവി ഉണ്ടാവുള്ളൂ. അപ്പോൾ ഹോളിവുഡ് സിനിമ ഏതാണോ മെയിലെന്ന് നോക്കുന്നുണ്ട് അവർ. അപ്പോൾ ഇല്ലെങ്കിൽ മാത്രം നമുക്ക് കാട്ടാനുള്ള ചാൻസ് ഉള്ളൂ. പക്ഷെ ഐമാക്സിൽ നിങ്ങൾക്ക് ഫുൾ സ്ക്രീനിൽ പടം കാണാൻ പറ്റും. പക്ഷെ ഞങ്ങൾ നോക്കുന്നത് ഫിലിം ഫോർ ഐമാക്സ് എന്ന രീതിയിൽ ഐമാക്സ് സർട്ടിഫിക്കേഷൻ കിട്ടാനായിട്ട് ട്രൈ ചെയ്യുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നത്. പക്ഷെ സിനിമ നിങ്ങൾക്ക് ഫുൾ സ്ക്രീനിൽ കാണാൻ പറ്റും. അല്ലാതെ ഇപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ ചില സിനിമകൾ നോർമൽ തിയേറ്റേഴ്സിൽ ഫുൾ സ്ക്രീൻ ആണെങ്കിൽ ഐമാക്സിലും എപ്പിക്കിലും കട്ട് ഉണ്ടാവും. ഇതിലതുണ്ടാവില്ല. ഇതിലതുണ്ടാവും. 2 തിയേറ്ററിലും ഫുൾ സ്ക്രീനിൽ ഓഡിയൻസിന് കാണാൻ പറ്റും. അത് ഗ്യാരണ്ടീഡ് ആണ്. ഭാവിയിൽ ക്യൂബ്സ് എന്റർടൈൻമെന്റ് ബാനറിൽ ഒരു ഐമാക്സിലൊക്കെ ക്യാമറയിലൊക്കെ ഷൂട്ട് ചെയ്യുന്ന പടം വരുമോ? നമുക്ക് ആഗ്രഹമുണ്ട്. ഇപ്പൊ ഈ മാർക്കോ ഇറങ്ങിയ സമയത്ത് ഈ വയലൻസിന് ചൊല്ലി പല വിമർശനങ്ങളും വന്നിരുന്നു. അത് തെറ്റായ രീതിയിൽ സ്വാധീനിക്കുന്നു എന്ന് പറയുന്നത്. പിന്നീട് ഷെരീഫ് ഒരു വീഡിയോ അടക്കം റിലീസ് ചെയ്തിരുന്നു. കാട്ടാണിലേക്ക് വരുമ്പോൾ ട്രെയിലർ കാണുമ്പോൾ മനസ്സിലാവും വയലൻസ് പാർട്ടാണ്. പക്ഷെ ജഗദീഷ് ഇപ്പോൾ പറഞ്ഞു വയലന്റ് പടം അല്ല, ഇതൊരു ആക്ഷൻ പടമാണെന്ന് പറഞ്ഞു. എങ്ങനെയാണ്? ഞാൻ നേരത്തെ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞിരുന്നു എനിക്കതിൽ ചെറിയൊരു കുറ്റബോധം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞിരുന്നു. കുറ്റബോധം വെച്ചാൽ പോളിനോടാണ്. അതായത് ഈ ഒരു പ്രശ്നം വന്നപ്പോൾ ഞാൻ ആക്ച്വലി പോളിനോട് പറഞ്ഞിരുന്നു നമ്മളുടെ സിനിമയിൽ കുറച്ച് വയലൻസ് ചെയ്യണം. പക്ഷെ അതൊരു ഡയറക്ടറിന്റെ ക്രിയേറ്റീവ് ഫ്രീഡത്തിലേക്കാണ് കൈകടത്തുന്നത്. അത് ശരിക്കും ഒരു പ്രൊഡ്യൂസർ ചെയ്യാൻ പാടില്ല. അപ്പൊ അതിലാണ് എനിക്ക് കുറ്റബോധമുള്ളത്. പക്ഷെ അതിനുശേഷം ഈ ദുരന്തർ പോലത്തെ വലിയ വയലന്റ് മൂവീസ് വന്നപ്പോഴും എല്ലാവരും എന്നോട് ചോദിക്കും മാർക്ക് മാത്രമല്ല ബാക്കിയുള്ള സിനിമകളും ഉണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ചിന്തിക്കുന്നത് ഞാൻ മാത്രമായിട്ടൊന്നും വിട്ടുന്നിട്ട് കാര്യമൊന്നുമില്ല. സിനിമയായിട്ട് കാണാൻ ഓഡിയൻസ് ശ്രദ്ധിക്കുന്നതായിരിക്കും നല്ലത്. നമ്മൾ ഒരു ഡയറക്ടറിന്റെ ക്രിയേറ്റീവ് ഫ്രീഡത്തിലേക്ക് കൈകടത്താതിരിക്കുന്നത് നല്ലതെന്ന് തോന്നുന്നു. ഇപ്പം ഷെരീഫിന്റെ അഭിപ്രായത്തില് പോളിനോട് വയലൻസ് ഒന്ന് ടോൺ ഡൗൺ ചെയ്യാൻ പറഞ്ഞതിൽ ഒരു ചെറിയ കുറ്റബോധം. എന്റെ അഭിപ്രായത്തിൽ ആ കുറ്റബോധം വേണ്ട. കാരണം അതുകൊണ്ട് ഇതൊരു ഫാമിലി ആക്ഷൻ മൂവി ആയിട്ട് മാറും. ഇല്ലെങ്കിൽ അതേ വയലൻസിന്റെ ടോണിൽ വേണമെങ്കിൽ ഇത് എടുക്കാം. ഇപ്പൊ ആനക്കൊമ്പ് കൊണ്ട് ആൾക്കാരെ കുത്തുന്നതും ബ്ലഡ് ചീറ്റുന്നതും അതൊന്നും നമ്മൾ ചെയ്തിട്ടില്ല. നമ്മൾ അങ്ങനെയുള്ള ഒരു കാര്യവും ചെയ്തിട്ടില്ല. വയലൻസ് എന്നുള്ള ഒരു കാര്യത്തിൽ ഓവർ ബ്ലഡോ ഈ പടത്തിൽ ഉണ്ടാവില്ല. ഇതിന്റെ പേരിൽ ഒരു മീഡിയ ചർച്ചയോ ഉണ്ടാവില്ല. ഇതിലെ വയലൻസ് കാട്ടാളൻ വയലൻസ്. നമ്മൾ സ്ക്രിപ്റ്റിംഗിന്റെ ടൈമിൽ കുറഞ്ഞ സ്റ്റോറി ഡിമാൻഡ് ചെയ്യുന്ന കുറെ വയലൻസുകൾ ഇതിലുണ്ടായിരുന്നു. അപ്പൊ ആ സമയത്താണ് ഈ പറഞ്ഞ പോലെ സിനിമകളിൽ വയലൻസ് കൂടുന്നുള്ളൊരു ചർച്ച ഭയങ്കരമാണ്. അപ്പോൾ ആ സമയത്താണ് ഷെരീഫ് ഖാന്റെ അടുത്ത് പറയുന്നത് അങ്ങനെയാണെങ്കിൽ നമ്മൾ മാക്സിമം വയലൻസ് അവോയ്ഡ് ചെയ്ത് തന്നെ പിടിക്കാൻ പറഞ്ഞിട്ടാണ് നമ്മൾ പിന്നെ ടോൺ ഡൗൺ ചെയ്തത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൂർണ്ണമായിട്ടും വയലൻസ് ഒഴിവാക്കിയെന്നല്ല, പക്ഷെ നമ്മൾ മാക്സിമം അതിൽ നിന്ന് അവോയ്ഡ് ചെയ്തിട്ട് ഈ പറയുന്ന പോലെ ഫാമിലീസിനും എല്ലാവർക്കും കാണാവുന്ന രീതിയിൽ തന്നെയാണ്. അപ്പൊ അത് ഷെരീഫ് ഖാന്റെ ഒരു നിർബന്ധമായിരുന്നു. കാരണം മാർക്കോ കുറച്ച് ബ്രൂട്ടൽ വയലൻസ് ആയിരുന്നു. അപ്പൊ അതിനൊന്ന് ടോൺ ഡൗൺ ചെയ്തിട്ട് കുറച്ചും കൂടി കോമൺ ഓഡിയൻസിനെ അക്സെപ്റ്റ് ചെയ്യുന്ന രീതിയിൽ ഒന്ന് ടോൺ ഡൗൺ ചെയ്ത് വയലൻസ് പിടിക്കാനായിട്ട് ഷെരീഫ് പറഞ്ഞു. അങ്ങനെയാണ്. അപ്പോൾ ആക്ച്വലി അതൊരു കോംപ്രമൈസ് ആണ്. പക്ഷെ നമ്മൾ ഈ പറയുന്ന പോലെ ആ ഒരു കൺസേൺ മുന്നിലെടുത്തിട്ട് നമ്മളത് ചെയ്തു. സെൻസർ ബോർഡിന്റെ ഒരു റൂൾസ് ഉണ്ടല്ലോ. നമുക്ക് ഇപ്പൊ നമ്മൾ സിനിമ മേക്ക് ചെയ്യുന്ന ഡയറക്ടർക്ക് ആ റൂൾസ് ചിലപ്പോൾ പറഞ്ഞോളന്നില്ല. പക്ഷെ അവരവരുടെ ഡ്യൂട്ടി ചെയ്തു. അത് അവരെ കുറ്റം പറയാൻ പറ്റില്ലല്ലോ. കാട്ടാളന്റെ കാര്യത്തില് നമ്മൾ ഒരു കാലത്തും സെൻസർ ബോർഡുമായിട്ട് ഒരു യുദ്ധത്തിനില്ല. അവർ ചെയ്യുന്നത് ന്യായം തന്നെയാണ്. അവരുടെ ഭാഗത്തുനിന്ന് അവരുടെ നിയമങ്ങൾ അനുസരിച്ചാണ് അവർ ചെയ്യുന്നത്. പിന്നെ ഇത് ആ നിയമങ്ങൾ അനുസരിച്ച് ചെയ്യാൻ വേണ്ടി മാത്രം നമ്മൾ വയലൻസ് നമ്മൾ കുറച്ച് ആക്ഷൻ ഫിലിമാക്കി മാറ്റിയിട്ടുണ്ട്. അതിന്റെ പരിഗണന അവർ തരുന്നതാണ് ഞങ്ങളുടെ പ്രതീക്ഷ. ഇനി മാർക്കോ നമുക്ക് സാറ്റലൈറ്റ് ഇതുവരെ ഇല്ല. അതിന്റെ കാരണം വെച്ചാൽ സാറ്റലൈറ്റിന് വേണ്ടി നമ്മൾ UA സർട്ടിഫിക്കറ്റിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്തിരുന്നു. കാരണം കട്ട് ചെയ്തപ്പോൾ എനിക്ക് 1 hour 45 minutes ആയി പോയി. കാരണം വയലൻസ് അത്രയും പോർഷൻ കട്ടായി പോയി. പക്ഷെ അപ്ലൈ ചെയ്തിട്ടും അവർ തന്നില്ല. പക്ഷെ അവർ പറഞ്ഞു നിങ്ങൾക്ക് ഇപ്പൊ തന്നു കഴിഞ്ഞാൽ
കുറച്ച് ഇഷ്യൂസ് ഉണ്ട്. അതുകൊണ്ട് ഇപ്പോൾ സർട്ടിഫിക്കേഷൻ തരാൻ പറ്റില്ല എന്ന് പറഞ്ഞു. നമ്മളതിനെ അഗേൻസ്റ്റ് കേസിന് പോയൊന്നും ചെയ്തിട്ടില്ല. നമ്മൾ പറഞ്ഞു വി റെസ്പെക്ട് യുവർ ഡിസിഷൻ എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി പോകുന്നത്. നമ്മൾ പലപ്പോഴും പല ആക്ഷൻ സിനിമകളും കാണുന്ന സമയത്ത് ടെക്നിക്കലി സ്ട്രോങ് ആയിരിക്കും, ആക്ഷൻ സീനുകളെല്ലാം ഗംഭീരമായിരിക്കും, പക്ഷേ ഡയലോഗിൽ എവിടെ ഒരു ചെറിയൊരു ആർട്ടിഫിഷ്യാലിറ്റി മുഴച്ചു നിൽക്കുന്നത് നമ്മൾ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇതിൽ കാട്ടാളിൽ വരുമ്പോഴേക്കും ആക്ടേഴ്സ് എല്ലാം അന്യഭാഷ ആക്ടേഴ്സാണ്. ഒരു ഡബ്ഡ് ഫീൽ നമുക്ക് ഒരിക്കലും വരാനും പാടില്ല. പ്രേക്ഷകർക്ക് അത് കൂടുതൽ കണക്ട് ആകുകയും വേണം. അപ്പം ഉണ്ണിയാറാണ് ഡയലോഗ്സ് എഴുതുന്നത്. അത് എത്രത്തോളം ഒരു ശ്രദ്ധ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ ഡയലോഗ്സിന്റെ കാര്യത്തിൽ? അല്ല, തീർച്ചയായിട്ടും അത് ഇപ്പോ അത്രത്തോളം ശ്രദ്ധ കൊടുത്തുകൊണ്ടാണ് ഉണ്ണിയാറിനെ പോലത്തെ ഒരാളെ കൊണ്ടുവന്നത്. എഴുതിയ പടങ്ങൾ നമുക്കറിയാം. ബിഗ് ബി നോക്കിയാലും ഇപ്പോഴും അത് എന്താ പറയാ മാർക്കാണ് ഡയലോഗ്സ്. അപ്പോ ഉണ്ണിയേട്ടൻ നമ്മുടെ കയ്യിൽ വരുമ്പോ നമ്മുടെ കയ്യിൽ ആക്ച്വലി ഡയലോഗ്സ് വളരെ കുറവാണ്. നമ്മുടെ ഫിലിമിൽ കമ്പയർ ടു അതർ ഫിലിംസ് നമ്മുടെ പടത്തിൽ വളരെ കുറച്ച് ഡയലോഗ്സ് ഉണ്ട്. അപ്പോ പറയുന്ന ഡയലോഗ്സ് കുറച്ച് പ്രൊമിനന്റ് ആവണം, കാരണം ആളുകളിലേക്ക് അത് കണക്ട് ആവണം ആ ഡയലോഗ്സ്. അപ്പോൾ ആ വളരെ കുറച്ച് ഡയലോഗുകൾ എങ്ങനെ ഭംഗിയാക്കാം എന്നുള്ളൊരു ഐഡിയയിൽ നിന്നാണ് ഉണ്ണിയാറിന്റെ ഒരു ഓപ്ഷനിലേക്ക് നമ്മൾ പോകുന്നത്. അദ്ദേഹം അത് 100% അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. മാർക്കോ വന്നു. ഈ മാർക്കോയും കാട്ടാളും തമ്മിൽ ഏതെങ്കിലും രീതിയിൽ കണക്ഷൻ ഉണ്ടോ? ഒരു യൂണിവേഴ്സ് ബിൽഡ് ചെയ്യാൻ? അല്ല, യൂണിവേഴ്സ് ബിൽഡ് ചെയ്യാൻ വേണ്ടിയുള്ള ബോധപൂർവമായിട്ടുള്ള ശ്രമമൊന്നുമില്ല. കഥാപരമായിട്ടുള്ള ചില കാര്യങ്ങൾ വരുമ്പോ യൂണിവേഴ്സ് ആണെന്നൊക്കെ പ്രേക്ഷകർക്ക് തോന്നിയാൽ അവരെ കുറ്റപ്പെടുത്താനും പറ്റില്ല. അപ്പൊ എന്തോ ഉണ്ട്. അല്ല, അങ്ങനെ യൂണിവേഴ്സ് ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടില്ല. ഏതെങ്കിലും ഒരു സിനിമയുടെ പാർട്ട് 2 എന്തായിരുന്നാലും ഉണ്ടാകും, അങ്ങനെ ഒന്നും പ്ലാൻ ചെയ്തിട്ടില്ല. പക്ഷെ നല്ല കഥ വന്നു കഴിഞ്ഞാൽ മാർക്കോയ്ക്ക് പാർട്ട് 2 ഉണ്ടാവും, കാട്ടാളന് പാർട്ട് 2 ഉണ്ടാവും. അതിനേക്കാളും നല്ല കഥ കിട്ടിയാൽ കാട്ടാളന് പാർട്ട് 3 ഉണ്ടാവും. പക്ഷെ ഇതിലൊന്നും അലി മരിക്കാൻ പാടില്ല. അതൊരു അലിയെ കൊല്ലരുത്. അതെ. പക്ഷേ ടോണി ഐസക്ക് മാർക്കോയുടെ പാർട്ട് 2 എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ടോണി ഐസക്ക് യഥാർത്ഥത്തിൽ ബോംബ് ബ്ലാസ്റ്റിൽ മരിച്ചിട്ടുണ്ടോ? കൺഫ്യൂഷൻ ആണ്. അല്ല, ഇനി മരിച്ചാലും കുഴപ്പമില്ല. കാട്ടാളനും മാർക്കും കമ്പൈൻ ചെയ്തൊരു മൂവി എടുത്താലും രണ്ട് ക്യാരക്ടേഴ്സ് ആണല്ലോ. ജഗദീഷ് ഏട്ടൻ എന്നൊരു വ്യക്തി ക്യാരക്ടേഴ്സ് ആണല്ലോ. അതില് ഐസക്, ഇതില് ചേട്ടാ ഇപ്പോ മാർക്കോ പോലൊരു പടം, ഒരു വയലന്റ് ആക്ഷൻ സിനിമ 100 കോടി ക്ലബ്ബിൽ കയറുന്നു. ഇപ്പൊ റീസെന്റ് ആയിട്ട് ഭരതനാട്യം പോലൊരു സിനിമ, ഡാർക്ക് ഹ്യൂമർ പടം ഏറ്റെടുക്കുന്നത് കംപ്ലീറ്റ്ലി ഫാമിലി ഓഡിയൻസ് ആണ്. ഫാമിലി ഓഡിയൻസ് തിയേറ്ററിലേക്ക് വരുന്നു, അവരിത് കൂടുതൽ സ്വീകരിക്കുന്നു. ഈ മലയാള സിനിമയുടെ ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് ഉണ്ടല്ലോ, ഈ പറയുന്ന പോലെ എല്ലാ സിനിമകളും വരുന്നു. കാട്ടാളം പോലെ ബിഗ് ബഡ്ജറ്റ് സിനിമ വരുന്നു, പേട്രിയറ്റ് പോലെ മമ്മുക്ക മോഹൻലാൽ ഒരുമിച്ച് വരുന്ന പടങ്ങൾ വരുന്നു. അപ്പൊ ഈ എന്താണ് ഒരു വെള്ളിയാഴ്ച സംഭവിക്കുന്നതെന്ന് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല. ഈ ഒരു ട്രെൻഡിനെ എങ്ങനെയാണ് ജഗദീഷ് നോക്കുക? അല്ല, അത് നമുക്ക് ഒരിക്കലും എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല. അൾട്ടിമേറ്റ് ആയിട്ട് പ്രേക്ഷകർക്ക് എന്റർടൈനിങ് ആയിരിക്കണം. അതാണ്, അത് ആക്ഷൻ ആയാലും ഇല്ലേ. കിൽ എന്ന് പറഞ്ഞൊരു പടം, ദുരന്തറിലെ വയലൻസ് ഉണ്ട്. വേറെയും വയലന്റ് ആയിട്ടുള്ള നല്ലതുപോലെ ആക്ഷൻ സീക്വൻസുകൾ കൈകാര്യം ചെയ്യുന്ന ആർട്ടിസ്റ്റുകളുടെ പല പടങ്ങളും ഫ്ലോപ്പായി പോയി. അല്ല, ടൈഗർ ഷ്രോഫിന്റെ ഒക്കെ സിനിമകൾ അടുത്ത കാലത്ത് എല്ലാം ഫ്ലോപ്പാണ്. പക്ഷെ അയാൾ നല്ല രീതിയിൽ ആക്ഷൻ കൈകാര്യം ചെയ്യുന്ന ആളാണ്. അപ്പൊ സ്ക്രിപ്റ്റാണ് ഏത് ചിത്രത്തിന്റെയും സക്സസിന് പിന്നിൽ. സ്ക്രിപ്റ്റ് നന്നായാൽ, കില്ല് നന്നായെന്ന് പറഞ്ഞാൽ എല്ലാവരും പറയും കുറെ ആക്ഷൻ മാത്രമല്ലേ ഉള്ളൂ, പക്ഷെ അതിന്റെ ഒരു ഇമോഷണൽ കണ്ടന്റ് ആ പടത്തിനകത്തുണ്ട്. ആ ഹീറോ അടിക്കണം എന്ന് നമ്മൾ അടിക്കടാന്ന് നമ്മൾ ഹീറോ എടുത്ത് പറഞ്ഞു പോകും. അതേപോലെ തന്നെ ദുരന്തറിലെ വയലൻസ് കൂടുതലാണ്, ഇല്ലെന്ന് പറയുന്നില്ല. പക്ഷെ ആ ദുരന്തറിലെ ആ ഹീറോ അയാളുടെ ഇമോഷൻസ്, ആദ്യത്തെ ഇമോഷൻസ് സ്വന്തം സഹോദരിയെ പിന്നെ തട്ടിക്കൊണ്ട് പോയതിന്റെ ഒരു സംഭവം, ആ പ്രതികാരം ചോദിക്കാനായിട്ട് വരാൻ നേരത്തെ എല്ലാവരെയും അയാൾ വെട്ടി വീഴ്ത്തുകയാണ്, അല്ലെങ്കിൽ കുത്തി കൊല്ലുകയാണ്, അല്ലെങ്കിൽ വെടിവെച്ച് വീഴ്ത്തുകയാണ്. എന്തായിരുന്നാലും ആ വയലൻസ് അത് കണ്ടിട്ട് നമ്മൾ പിന്നെ ആൾക്കാർ വയലൻസിലേക്ക് തിരിയുന്നു പറയാൻ പറ്റില്ല. ഇപ്പോൾ അമേരിക്കയിലൊക്കെ സ്കൂൾ കുട്ടികളുള്ളിടത്ത് നിന്ന് ഷൂട്ടൗട്ട് നടത്തുന്നില്ലേ ചിലര്? അവരേതെങ്കിലും സിനിമ കണ്ടിട്ടുള്ള ഐഡിയയിലാണോ? ഏത് സിനിമയിലാണ് സ്കൂൾ കുട്ടികളെ കൊല്ലുന്നതൊക്കെ വന്നിട്ടുള്ളത്? ഒന്നുമില്ല. അത് ഓരോരുത്തരുടെ മനസ്സിന്റെ ആ ഒരു മേക്കപ്പാണ്. ഇപ്പോൾ എത്ര വയലൻസ് സിനിമ കണ്ടിരുന്നാലും ഞാൻ ഒരാളെ പോലും അടിക്കാനായിട്ട് എൻ്റെ കൈ ഓങ്ങില്ല. വേറെ ആരെങ്കിലും അടിക്കാൻ വന്നാൽ ഞാൻ ഓടുകയും ചെയ്യും. അത് പറയണല്ലോ, ആരടിക്കാൻ വന്നാലും ഞാൻ ഓടും. എന്തിനാ ഞാൻ നിൽക്കുന്നത് അവിടെ? എന്തിനാ അടികൊള്ളേണ്ട കാര്യം എന്താ? അല്ലല്ല, അത് മറ്റേ പടത്തില് കണ്ടില്ലേ, ആ പടത്തില് രൺവീർ സിംഗ് ഇടിക്കാൻ വരുമ്പം പിടിച്ച് നിൽക്കുന്ന കണ്ടില്ലേ? അതേപോലെ തിരിച്ചു കൊടുക്കാനൊന്നും എന്നെ കൊണ്ട് പറ്റില്ല. ഞാൻ ഓടും, ഏറ്റവും നല്ല സ്പീഡിൽ ഓടും. ആ സ്പീഡിൽ ചിലപ്പോൾ എന്നെ ഇടിക്കാൻ വരുന്ന ആൾക്ക് ഓടാൻ പറ്റുമെന്ന് എനിക്കറിയാം. കാട്ടാളനെ തിരിച്ചു കൊടുത്തിട്ടുണ്ട് സിനിമയിലൂടെ. മറുപടി പക്ഷേ പറഞ്ഞിട്ട് പക്ഷേ